ഹായ്, 2 ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ പ്ലാനാക്കി. പിന്നെ വീടും പൂട്ടി ഒരൊറ്റ ഇറക്കാം. കുറച്ച് നേരത്തെ എത്തണമെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് ചെക്ക് റിപ്പബ്ലിക്കിലാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അവൻ്റെ വീട്ടിലേക്ക്, അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്. പിന്നെ ഇവിടുന്ന് അങ്ങനെ പുറത്തെവിടെയും പോയിട്ട് പരിചയമില്ല. ഇങ്ങനെ പോയി പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ ഗൂഗിൾ നോക്കിയിട്ട് ബസ് നമ്പറൊക്കെ നോക്കിയിട്ടാണ് ഇറങ്ങാറ്. കാരണം ഇവിടുത്തെ ലാംഗ്വേജ് കുറച്ച് വിഷയമാണ്, നമുക്കറിയത്തില്ല. അതുപോലെ ഇവർക്ക് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ ഇപ്പോൾ നമ്മളെല്ലായിടത്തും ആദ്യം ഒരു ബസ് പിടിക്കണം. ബസ് സ്റ്റോപ്പിലേക്കുള്ള പോക്കാണ്. ആ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് മാറി കയറാനൊക്കെ ഉണ്ട്. പിന്നെ റോഡ് സൈഡൊക്കെ ഇങ്ങനെ നടക്കാനുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അവിടെ എല്ലാവരുടെയും കാണുന്നത്. പിന്നെ ഇതുപോലെ വാച്ച് ടവർ ഉണ്ടാവും എല്ലാ വില്ലേജുകളിലും. എല്ലാ ചെറിയൊരു ടൗൺ പോലത്തെ സ്ഥലങ്ങളിലെല്ലാം ഒരു വാച്ച് ടവർ ഉണ്ടാവും. അത് ആ ടൗണിൻ്റെ വലിപ്പം അനുസരിച്ച് വാച്ച് ടവറിൻ്റെ വലിപ്പവും ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ബാറുണ്ട്. പിന്നെ ഇതൊരു വില്ലേജാണ്, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ടുള്ളൊരു ടൗണും. പിന്നെ ഒരു കബാബ് സെൻറ്റർ, പിന്നെ ഒരു അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്യേണ്ട ഒരു കടയും. നമുക്കതൊക്കെ വാങ്ങണമെങ്കിൽ അടുത്ത സ്റ്റോപ്പിലേക്ക് പോകണം. അവിടെയാണ് ടൗണൊക്കെ ഉള്ളത്. സാധാരണ മറ്റേ ലിഡിലും ടെസ്കോ എല്ലാം പോലെയുള്ളത്. ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ അടുത്ത് നമ്മളെ ബസ്സും കാത്തിവിടെ ഇരിപ്പാണ്. നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം കാത്തു നിൽക്കുമ്പോഴേക്ക് തന്നെ നമ്മളെ ബസ് വന്നിന്. ബസ്സിൽ ടിക്കറ്റ് മിനിറ്റ് കണക്കാണ്, അതായത് 15 മിനിറ്റിന്, 30 മിനിറ്റിന്, 90 മിനിറ്റിന് അങ്ങനെയുള്ള. അങ്ങനെ ടിക്കറ്റും എടുത്ത് നമ്മൾ ബസ്സിലിരുന്ന്, പിന്നെ ബസ്സിൽ ഡിസ്പ്ലേയിൽ ഇറങ്ങേണ്ട സ്ഥലം കാണിക്കും. അങ്ങനെ നോക്കിയിട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ സെർണിമോസ്റ്റ് എത്തി. സെർണിമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ ലൈനാണ്. അവിടുന്ന് നമ്മൾ ഫ്ലോറൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് പോകണം. അവിടുന്ന് വീണ്ടും മാറി കയറണം പ്രാഗിലേക്ക്. പിന്നെ ഈ മെട്രോ നല്ല സ്പീഡാണ്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫ്ലോറൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരുന്നു. അവിടുന്ന് പിന്നെ വീണ്ടും മാറിക്കയറണം. അതിനിടയിൽ TTR വന്നു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ ടിക്കറ്റും ചോദിച്ചു നോക്കിയിട്ട് അങ്ങ് പോയി. പിന്നെ സ്കാനിങ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതൊരു അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. നമ്മൾ ഫ്ലോറൻസിൽ ഇറങ്ങിയിട്ട് നമ്മളെ റെഡ് ലൈനിലേക്ക് മാറിക്കയറണം. അതുള്ളത് ഏകദേശം ഒരു തെങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ടാവും. അത്രയും വലിയൊരു കൺവെയറിൻ്റെ മുകളിലേക്ക് കൂടി നമ്മൾ പോയത്. അതായത് ഹൈറ്റ് ഏകദേശം അത്ര ഉണ്ടാവും. പിന്നെ എല്ലാവരും അടുത്ത ഇതേപോലെ ട്രെയിൻ പിടിക്കേണ്ടിയിട്ടുള്ള നടത്തായി കാണുന്നത്. നമ്മൾ നടന്ന് ആ റെഡ് ലൈൻ കണ്ടില്ലേ, അത് നോക്കിയിട്ട് പോയി. ഇതാ ഞാൻ പറഞ്ഞ കൺവെയർ. നല്ല ഹൈറ്റ് ഉണ്ട്, അതുപോലെ നല്ല സൗണ്ടും ഉണ്ട്. പിന്നെ ആൾക്കാരെല്ലാം ഇതിൻ്റെ വലതുവശം ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അതായത് അത്യാവശ്യം തിരക്കിൽ പോകേണ്ട ആൾക്കാർക്ക് ഈ ഇടതുവശത്തോട്ട് തന്നെ ഒപ്പരം കയറി നടന്നു പോവാം. അതിന് വേണ്ടിയിട്ടാണ്. ഇന്നൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചെറിയൊരു തിരക്കുണ്ട്. വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ പരക്കാൻ പാച്ചില്ല. അവിടെ എവിടെയൊക്കെ എന്തിനൊക്കെയോ പോകുന്നുണ്ടാവും, നമ്മളെപ്പോലെ തന്നെ. അങ്ങനെ അവിടുന്ന് വീണ്ടും നടന്ന് വീണ്ടും കുറച്ച് മേലോട്ട് കയറാനുണ്ട്. അതും കയറി കഴിയുമ്പോഴാണ് നമ്മളെ ഫ്ലോറൻസ് സ്റ്റേഷൻ്റെ നമ്മളെ റെഡ് ലൈൻ, അതായത് അടുത്ത മെട്രോയിലേക്ക് കയറേണ്ട സ്ഥലത്ത് പ്ലാറ്റ്ഫോം എത്തുന്നത്. അവിടുന്ന് വീണ്ടും ഒരു സ്റ്റോപ്പിൻ്റെ ദൂരമേ ഉള്ളൂ പ്രാഗിലേക്ക്. അത് ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും പ്രാഗിലേക്ക് ട്രെയിൻ ഉണ്ട് ഇവിടുന്ന്. അതുകൊണ്ട് അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. പിന്നെ തിരക്കുണ്ടെങ്കിലും അതങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നില്ല. കാരണം ആൾക്കാർ വരുന്നു പോകുന്നു അങ്ങനെയൊരു ഇതാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുണ്ട്. പക്ഷേ ഇവരൊക്കെ ആ ഒരു ട്രെയിൻ വരുമ്പോഴേക്കും അതിൽ കയറി അങ്ങ് പോകും. അടുത്ത 2 മിനിറ്റിൽ അടുത്ത ട്രെയിൻ വരും. അങ്ങനൊരു സൗകര്യമുണ്ട്. അങ്ങനെ നമ്മളും ട്രെയിനിൽ കയറി ഷ്ലാവണി നാദിർസി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അതാണ് ഹെഡ് പ്രാഗ്. ഷ്ലാവണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിതാണ് പ്രാഗിലെത്തി. പിന്നെ പ്രാഗിൽ നിന്ന് ഇനി പിൽസണിലേക്കുള്ള ടിക്കറ്റ് എടുക്കണം. അത് ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ ആദ്യം ഇവിടുന്ന് ടിക്കറ്റ് ഇവിടുന്ന് എടുക്കേണ്ടതെന്നൊക്കെ നോക്കാനുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. ട്രെയിനിൻ്റെ സമയം നോക്കണം, എത്ര മണിക്കാണ് അങ്ങോട്ടേക്ക് ട്രെയിൻ ഉള്ളത്. അങ്ങനെ കുറച്ച് പണിയുണ്ട് ഇവിടെ. അങ്ങനെ നടന്ന് നമ്മൾ സ്റ്റേഷൻ്റെ സെൻറ്ററിലെത്തി. അതായത് ഇവിടെ അത്യാവശ്യം ഷോപ്പിങ്ങും പിന്നെ നമ്മൾ പോകേണ്ട ട്രെയിനിൻ്റെ സമയവും പ്ലാറ്റ്ഫോമൊക്കെ കാണിക്കുന്ന ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. ഇവിടെയാണ് എല്ലാവരും വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അവരുടെ ട്രെയിന് എപ്പോഴാണ് വരുന്നത്, ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിത് കുറച്ച് ലേറ്റ് ആവുമെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഈ
സ്ഥലമൊക്കെ ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഒരു കാറ് കണ്ടിരുന്നു മുന്നേ വന്നപ്പോൾ. അപ്പോൾ അതൊന്നും എടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് ഞാൻ കാറ് കണ്ട സ്ഥലം പരിചയമായി നടന്ന് കുറച്ച് നേരം നടന്ന് അങ്ങനെ ആ കാറ് കണ്ടുപിടിച്ച്. അതൊരു ഗ്ലാസും കൂട്ടിലാണ്. ആ കാറിൻ്റെ വീല് നമ്മളെ ട്രെയിനിൻ്റെ എല്ലാം വീല് പോലെ തന്നെയാണ്. പിന്നെ ഈ കാറ് റെയിൽവേ ഇൻസ്പെക്ഷന് വേണ്ടി ഉപയോഗിച്ചതാണെന്നും പറയുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇവിടെ ഞാൻ ഫുള്ളും വായിച്ച് നോക്കിയില്ല. 1952 ഇത് മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ 80 കിലോമീറ്റർ സ്പീഡ് വരെയൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അതിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ ചുറ്റും നടന്ന് അതിൻ്റെ വീലൊക്കെ നോക്കി. എന്നെപ്പോലെ തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ വീഡിയോവും ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട് ഇതിൻ്റെ. പിന്നെ ടൂറിസ്റ്റുകൾ അധികം ഇവിടെ പ്രാഗിൽ വന്നിട്ടാണ് പല സ്ഥലത്തേക്കും പോകുന്നത്. അങ്ങനെ അവർക്കൊക്കെ വേണ്ടി കാണാൻ വേണ്ടി ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചതാണിത്. പിന്നെ അതിൻ്റെ വീല് ഇരുമ്പിൻ്റെതാണെങ്കിലും നടുക്കുള്ള റിമ്മ് ഒരു മരത്തിൻ്റെ ഇതുപോലെ കൊടുത്തില്ല. ഇനിയിപ്പോൾ മരത്തിൻ്റെ പോലെ കൊടുത്തതാണോ മരം തന്നെയാണോ എന്ന് അറിയത്തുമില്ല. പിന്നെ സമയമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അതിലയിൽ നടന്ന് ഓരോ ഇതൊക്കെ കടകളും ഷോപ്പിങ് എന്തൊക്കെയുണ്ടെന്നെല്ലാം നോക്കി വെച്ചു. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയാണ് കാണാൻ വിട്ടുപോയില്ലെന്ന് നോക്കി. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി കുറേ സമയം നടക്കുന്നു, ഇനി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു മുമ്പേ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ടിക്കറ്റിൻ്റെ കൗണ്ടർ എവിടെയാണെന്ന് നോക്കി നടക്കലായി. പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല. അതായത് ടിക്കറ്റിൻ്റെ എന്താണെന്നുള്ളത് നമുക്കറിയാത്തത് കൊണ്ട് ശ്രദ്ധിച്ചില്ല. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ തന്നെ മറ്റേ ടിക്കറ്റിൻ്റെ ഒരു സിമ്പലുണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഒരു റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ ടിക്കറ്റ് കൗണ്ടർ കണ്ട് അവിടെ വീണ്ടും നമ്മൾ മൊബൈലിൽ നോക്കി ട്രെയിൻ അവിടെ ഉണ്ടോ എന്ന് നോക്കി. ആ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അത് 2:20 അങ്ങനെ എടുക്കുന്ന ട്രെയിനായിരുന്നു. അങ്ങനെ അതിന് ടിക്കറ്റും എടുത്ത് വീണ്ടും തിരിച്ച് നേരെ നമ്മളെ എല്ലാവരും കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പോയി. ഏത് പ്ലാറ്റ്ഫോമാണെന്ന് നോക്കി. ഓൾറെഡി പ്ലാറ്റ്ഫോം ആ ഡിസ്പ്ലേയിൽ കാണിച്ചതിനും എന്നാലും വല്ല മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മേലെ ആൾക്കാരൊക്കെ നിൽക്കുന്ന ആ സ്ഥലത്ത് പോയി നോക്കി. പ്ലാറ്റ്ഫോം മാറുന്നുണ്ടോ, ചിലപ്പം ഡിലേ ഉണ്ടാവും. 15 മിനിറ്റ് 20 മിനിറ്റ് ഡിലേ ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഡിലേ ഉണ്ടോ എന്ന് നോക്കാൻ വേഗം തന്നെ നടന്ന് കയറി അങ്ങോട്ടേക്ക്. അങ്ങനെ ടൈം ഒന്നും കൂടി കൺഫേം ചെയ്തിട്ട് വേണം വല്ലതും കഴിക്കാൻ. അതാണ് നമ്മുടെ പ്ലാൻ. ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മറ്റേ സ്റ്റേഷനറി കടയാണ്. എന്ന് വെച്ചാൽ എല്ലാ സാധനവും കിട്ടില്ല, പ്രത്യേക ഇപ്പം ബുക്സ് പേന അങ്ങനത്തെ ഒക്കെ കിട്ടുന്നുണ്ട് അവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തൊരു കാഴ്ച കണ്ട്. നമ്മളെ ഈ ട്രെയിനിൻ്റെ സ്റ്റേഷൻ്റെ ഒരു മിനിയേച്ചർ രൂപം നല്ല അടിപൊളിയായിട്ടൊരു ചില്ലും കൂട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അതും ആൾക്കാരിങ്ങനെ വീഡിയോസെല്ലാം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും രസമുണ്ട്. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ്, നമ്മൾ അതിൻ്റെ അങ്ങേ വശത്തായിപ്പോൾ ഉള്ളത്. അത് എനിക്കും ആദ്യം മനസ്സിലായില്ല. പിന്നെ കുറേ സമയം നോക്കി നിന്നപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ഘടന എങ്ങനെയാണ്. എന്നാലും നല്ല രസമുള്ളൊരു സംഭവമാണ്. ഇതിങ്ങനെ കുറേ നേരം നോക്കി നിന്നപ്പോൾ തന്നെ നമുക്ക് വീണ്ടും ഫുഡ് കഴിക്കേണ്ട ചിന്ത വന്ന്. അങ്ങനെ ഇതിൻ്റെ അടുത്ത് തന്നെ ചുറ്റും കടകളുണ്ട്. അപ്പോൾ അതിലൊരു കടയിൽ കയറി. ഈ കാണുന്ന ബ്രെഡിലോരോ നിറച്ച പോലത്തെ സാധനങ്ങൾ, ഇതിൻ്റെ പേരൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ നമുക്കറിയില്ല. നമ്മൾ കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളും വാങ്ങി ഒന്ന്. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ എന്താ പറയുക, കേബേജിൻ്റെ ഇല പോലത്തെയും തക്കാളി ഉള്ളിയും പിന്നെ സോസേജ് പോലത്തെ എന്തൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. വയറും നിറഞ്ഞു അത് കഴിച്ചപ്പോഴേക്ക് തന്നെ. അതും കഴിച്ച് പിന്നെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. എന്നാലും സമയം ബാക്കിയുണ്ട്, ശരി നേരത്തെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ അണ്ടർഗ്രൗണ്ട് വഴി വേണം പോകാൻ. പോകുന്ന വഴിക്കൊരു ഗോപുരം പോലത്തെ ഒരു സ്ഥലമുണ്ട്, അത് കാണാൻ നല്ല രസമുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ടേക്ക് തന്നെ നടത്താം. അതുവഴി പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് മേലെ ഇങ്ങനെ കാണുന്നത് 1ാമത്തെ പ്ലാറ്റ്ഫോം. അതുപോലെ ഇങ്ങനെ 2, 3, 4, 5 അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നമ്മളിത് 3ലാണ് കാണിച്ചത്. അങ്ങനെ നമ്മൾ 3 നോക്കി നടത്തായി. മുമ്പ് ഒരു പ്രാവശ്യം വന്ന് പരിചയമുണ്ട്, എന്നാലും കുറച്ച് നേരത്തെ തന്നെ പോയി ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ച്. നമ്മളെടുത്ത ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ക്ലാസ്സാണ്. അതായത് സീറ്റ് റിസർവേഷൻ ചെയ്തിട്ടില്ല, നമുക്കതിൽ കയറിയിരിക്കാം. പക്ഷേ എങ്കിൽ ആ ടിക്കറ്റ് കൊണ്ട് തന്നെ അങ്ങനെ വലിയ തിരക്ക് നിന്നിട്ട് കൊണ്ട് തിരക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല.
അങ്ങനെ നമ്മളെ സ്റ്റേഷനിൽ ചെല്ല പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ പ്ലാറ്റ്ഫോം റൈറ്റ് സൈഡിൽ മേലോട്ടേക്ക്. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർ ഉണ്ടാവലുണ്ട്. ഇപ്പോഴത്തെ ഇവിടെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അത് ഇംഗ്ലീഷ് അറിയാം. കുറച്ച് മുമ്പേ ഉള്ളവർക്കാണ് ഇംഗ്ലീഷ് തീരെ അറിയാൻ പാടില്ലാത്ത. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൺഫേം ചെയ്യും നമ്മളെ ട്രെയിൻ ഇത് തന്നെയാണോ. കാരണം ഈ ഡിസ്പ്ലേ കാണിക്കുന്ന നമ്പറായിട്ട് ചിലപ്പോൾ ആ ട്രെയിനിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ മേലെ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ട് നമ്മളെ പ്ലാറ്റ്ഫോമിൽ. അങ്ങനെ അതൊന്ന് കൺഫേം ചെയ്യണം. അവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്, എന്നാലും അതിൻ്റെ നമ്പർ ഒരു മാറ്റം കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ സാധാരണ TTR പുറത്തുണ്ടാവും, പക്ഷേ ഇതിൻ്റെ TTR പുറത്ത് കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന് ഏതെങ്കിലും ആളുടെയൊക്കെ ചോദിച്ചേ പറ്റൂ. അങ്ങനെ ഒരാളുടെയൊക്കെ ചോദിച്ചു ഈ ട്രെയിനാണോ എന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെ, ആ പിൽസണിലേക്ക് പോകുന്ന ട്രെയിനാണ്. പിന്നെ നമ്മളും കണ്ടു അവിടെ ഡിസ്പ്ലേയിൽ പിൽസൺ എന്ന് എഴുതി വന്നു, പക്ഷേ അതിൽ നമ്പർ മാറ്റം. പക്ഷേ പിൽസൺ എന്നുള്ള ആ എഴുത്തിങ്ങനെ പോകുന്നത് കണ്ട് അങ്ങനെ കൺഫേം ചെയ്ത് നമ്മൾ നേരെ ട്രെയിനിലേക്ക് അങ്ങ് കയറി. ട്രെയിനിൽ പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കേണ്ടതും മറ്റേ നമ്മളെ പഴയ കൂപ്പ സെറ്റപ്പില്ലേ ട്രെയിനിന്, മറ്റേ മദ്രാസ് മീലിലുള്ള ആ സെറ്റപ്പാണ്. ഒരു സൈഡിൽ ഇങ്ങനെ നടക്കേണ്ട വഴിയും റൈറ്റ് സൈഡിൽ ഇരിക്കേണ്ട ഒരു കൂപ്പ പോലത്തെ ഇതോ. പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. അങ്ങനെ നമ്മൾ കയറി നമ്മളൊരു സീറ്റ് പിടിച്ച് വേഗം തന്നെ. അത്യാവശ്യം തിരക്കൊന്നുമില്ല, ആരുമില്ല. പിന്നെ പുറത്തേക്ക് കൂടി ഇങ്ങനെ ഏതൊക്കെയോ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ബാക്കി അടുത്ത വീഡിയോയിൽ. See you.